والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ഫാത്തിഹ സൂറത്തിൻ്റെ പഠനത്തിന് ശേഷം നമ്മൾ സൂറത്തുൽ മുഅവ്വദത്തൈൻ പഠിക്കാനാണ് ആരംഭിച്ചിട്ടുള്ളത്. മുഅവ്വദത്തൈൻ എന്ന് പറഞ്ഞാൽ കാവലിനെ ചോദിക്കുന്ന, രക്ഷയെ ചോദിക്കുന്ന രണ്ട് സൂറത്തുകൾ. അതാണ് മുഅവ്വദത്തൈൻ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പാരായണ നിയമത്തിലേക്കും പാരായണത്തിലേക്കും അതിൻ്റെ അർത്ഥം പഠിക്കുന്നതിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. കൂടുതൽ കുട്ടികളൊക്കെ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ അവധി ദിനങ്ങൾ പോയിട്ടുണ്ടാവും കരുതുന്നു. അതുകൊണ്ട് വന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മുഅവ്വദത്തൈൻ പരിശുദ്ധ ഖുർആനിലെ എഴുതപ്പെട്ട അവസാനത്തെ രണ്ട് സൂറത്തുകളാണ്. പരിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ രണ്ട് സൂറത്തല്ല, അവസാനമായി എഴുതപ്പെട്ട രണ്ട് സൂറത്താണ്. അപ്പൊ നമ്മളിത് പറയുമ്പോൾ പറയേണ്ട വേറൊരു കാര്യം, അത് ഖുർആനിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തണം. അതായത് ഇന്ന് നമ്മൾ ഖുർആൻ മറിച്ചാൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ നമ്മൾ കാണാം. സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ. പക്ഷെ അതിന്റെ അവതരണ ക്രമം അങ്ങനെയല്ല. ഇറങ്ങിയ അവതരിച്ച ക്രമത്തിലല്ല ഖുർആൻ എഴുതപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോ പിന്നെ ഇതിൽ എന്തൊക്കെയോ കൂട്ടിച്ചേർത്തലുകളും അങ്ങനെയുള്ള കുറവുകളൊക്കെ വരുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പൊ ഖുർആൻ അതിനെ വളരെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. ഖുർആൻ ആധികാരികത, ഖുർആൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഖുർആൻ ആധികാരികത ഇങ്ങനെ പറഞ്ഞതാണ്. അതെന്തിനാണ്? ഖുർആൻ ആധികാരികതയിൽ പെട്ടതാണ്. നിങ്ങളെ സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഖുർആൻ കൊണ്ടേ, ഇതുപോലെ സൂറത്ത് കൊണ്ടേ, ഇതുപോലെ 10 ആയത്ത് കൊണ്ട് എന്നൊക്കെ പറയുന്നത് അത് അതിന്റെ ആധികാരികതയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഖുർആൻ അല്ലാഹുവിൽ നിന്നല്ല എന്ന് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അതിന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് എതിരഭിപ്രായങ്ങളും അതുപോലെ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങൾ കാണും. മനുഷ്യനെ ആണെങ്കിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഖുർആൻ വെല്ലുവിളിയായിട്ട് പറയുന്നത്. അത് ഖുർആൻ ആധികാരികത. അതിൽപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾ സംശയിക്കേണ്ട. സന്ദേശവാഹകരുടെ കൈകളാൽ. അവിടെ രണ്ട് തഫ്സീറാണ്. ഒന്ന് മലക്കുകൾ, മറ്റൊന്ന് എഴുതി വെച്ച കുത്താബുൽ വഹീന്റെ എഴുത്തുകാർ. അവർ പുണ്യവാളന്മാരാണ്, മാന്യന്മാരാണ്. അങ്ങനെയുള്ള മലക്കുകളും എഴുത്തുകാരുമാണ് ഈ ഖുർആൻ എഴുതി വെച്ചതും ഖുർആൻ ഇറക്കിയത്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചോർന്നു പോകുമോ എന്നുള്ള സംശയം ആർക്കും വേണ്ട എന്നുള്ളതാണ്. ശരി. അപ്പോ ലൗഹുൽ മഹ്ഫൂദ് ശ്രദ്ധിക്കണം. ലൗഹുൽ മഹ്ഫൂദിൽ കിതാബും മക്നൂൻ. എന്താണ് കിതാബും മക്നൂൻ? ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ ഒരു ഏടുണ്ട്. അതില് വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളുണ്ട്, കടന്നു കഴിഞ്ഞ കാര്യങ്ങളുണ്ട്. അങ്ങനെ പലതും അതിൽ രേഖയായി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ, ശ്രദ്ധിക്കണേ, ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഖുർആൻ എവിടെയുണ്ട്? അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ട്. അതിൽ നിന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിൽ കുറേശ്ശെ ഇങ്ങനെ ഇറങ്ങുക. അപ്പൊ ആദ്യം ഇറങ്ങിയത് ഇക്രൈസ്മ മുഴുവനുമില്ല. അല്ലാബിക്കലം അല്ലമന ഇൻസാനം മാലമില്ല. അതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നീട് ഇറങ്ങുന്നത് വേറെ സൂറത്താണ്. സൂറത്തുൽ മുദ്ദസ്സിറാണ് പിന്നെ ഇറങ്ങുന്നത്. അതേ സമയത്ത് അത് എവിടെയല്ല, ഇതിന്റെ ബാക്കിയായിട്ടല്ല ഇരിക്കുന്നത്.
മനസ്സിലായി പറഞ്ഞത്. പിന്നെ അല്ലമൽ ഇൻസാന മാനവ്യായം കല്ലാ ഇന്നൽ ഇൻസാന യത്വ അറവാമുസ്തമിന ഇന്ന ഇലാ റബ്ബിക റുജ. ഇതൊക്കെ പിന്നീട് സന്ദർഭത്തിൽ അറിയുക. അപ്പോ ഖുർആൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഖുർആൻ ഇറങ്ങുമ്പോൾ തന്നെ അത് എവിടെയാണ് എഴുതേണ്ടത് എന്ന നിർദ്ദേശം കൂടി അറിഞ്ഞിട്ടുണ്ട്. ഇത് സൂറത്ത് ഏതാണ്? ഇപ്പൊ കല്ലാ ഇന്നൽ ഇൻസാന യത്വ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ അതിന്റെ കൂടെ വഹിയുണ്ട്. ഇത് എഴുതേണ്ടത് ഇഖ്റ ബിസ്മിന് ആദ്യത്തെ ഇറങ്ങില്ലേ, അതിന് ശേഷമാണ് എഴുതേണ്ടതുള്ള വഹി. ആ വഹി എഴുത്തുകാർക്ക് കൊടുക്കും. അപ്പൊ ആ എഴുത്തുകാരാണ് എഴുതി കൊടുക്കും. പറഞ്ഞ മനസ്സിലാവുക. ഇങ്ങനെ എഴുതി 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 ഖുർആൻ ഇങ്ങനെ. അപ്പൊ ഒരു ചിലപ്പം ബിസ്മി ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഒരു പുതിയ സൂറത്തിനെ തുടക്കം മനസ്സിലാവും. അപ്പൊ അതൊരു പുതിയ സൂറത്തായി. ഇപ്പൊ സൂറത്ത് പിന്നെ തൗബ ഇറങ്ങിയപ്പോ ബിസ്മി ഉണ്ടായില്ല, ബിസ്മി ഇല്ലാതെ തന്നെ ഒരു സൂറത്ത് തുടങ്ങാനുള്ള വഹിയെ നബിക്ക് നൽകപ്പെട്ടു. അപ്പൊ ആ വഹിയെ ഖുർആനിന്റെ ലഫ്ലുകളല്ലാത്ത ഇത്തരം നിർദ്ദേശങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എങ്ങനെ? അതായത് പിന്നെ സൂറത്തിൽ അലക്ക ഇറങ്ങിയപ്പോ ഇഖ്റ ബിസ്മി ഇറങ്ങിയപ്പോ ഇഖ്റ ബിസ്മി ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് എഴുതേണ്ടതെന്നുള്ള വഹി. പക്ഷെ ആ നിർദ്ദേശം ഖുർആൻ ഉണ്ടാവില്ല. മനസ്സിലായോ പറഞ്ഞേ? ഖുർആൻ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഖുർആനിന്റെ കലാമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കലാമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വഹി എവിടെയാണ് എഴുതേണ്ടത്? വഹിയാണ്. ആ നിർദ്ദേശം എഴുതപ്പെടില്ല. എഴുതപ്പെടുന്നതായിരിക്കും ഖുർആനിന്റെ മത്തിനുകൾ മാത്രമാണ്. മത്തിന് എന്ന് പറഞ്ഞാൽ ഒരു ഹദീത്ത് പറയുമ്പോൾ ഹദീത്തിന്റെ മത്തിനറിയാം. ഒരു ഹദീത്ത് പറയുമ്പോൾ സനദും മത്തിനുണ്ടാകും. സനദ് എന്ന് പറഞ്ഞാൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതാണ് സനദ്. അത് ആരിൽ നിന്ന്. മത്തിന് എന്ന് പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നതാണ് മത്തിന്, ഹദീസിനെ കണ്ടന്റ് മത്തിന്. മറ്റേ സനദാണ്. അപ്പോൾ ആയത്തുകളാണ് മത്തിന്. മനസ്സിലായോ പറഞ്ഞത്? സനദ് വന്ന വഴിയാണ്. അത് ഹദീസിനുണ്ടല്ലോ, ആയത്തിനത് വേണ്ട. അപ്പൊ ആയത്തുകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? എഴുതപ്പെടുള്ളൂ. മറ്റതൊക്കെ നിർദ്ദേശങ്ങളാണ്. അത് നബി പറഞ്ഞു കൊടുക്കുക. കാരണം അതിന് പിന്നെ പ്രസക്തി ഇല്ല. കാരണം നബി എഴുത്തുകാർക്ക് പറഞ്ഞു കൊടുക്കും, ഇത് ഇന്ന സൂറത്ത് ഇന്ന ഭാഗത്ത് എഴുതണം, ഇത് ഇന്ന സൂറത്താണ്, ഈ ആയത്ത് ആ സൂറത്തിന്റെ ബാക്കിയായിട്ട് എഴുതണം എന്ന് നബി പറഞ്ഞു കൊടുക്കും. ആ നിർദ്ദേശങ്ങൾ ഏകല്ല, വഹിയാണ്. നിർദ്ദേശങ്ങൾ എഴുതപ്പെടില്ല. ബാക്കി എന്താ എഴുതപ്പെടുള്ളൂ? അല്ലാതെ കലാമുകൾ ഖുർആനിലെ വചനങ്ങൾ മാത്രം എഴുതപ്പെടും. അങ്ങനെ എഴുതി വന്ന അവസാനം അവിടെ പിന്നെ ഒരു സൂറത്തും ബാക്കിയുണ്ട്, ആയത്തും ബാക്കിയുണ്ട്. അവസാനത്തെ ആയത്ത് അയ്യോ അക്മത്തിലേക്കും ദീനക്കും പത്തക്കും യോമല്ലാത്ത അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ആ ആയത്ത് ഇറങ്ങോടുകൂടി എന്തായി? ആയത്ത് ക്ലോസായി. പിന്നെ ഇദാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്ത് സൂറത്ത് ഇറങ്ങി. ആ സൂറത്ത് അവസാനത്തെ സൂറത്തുമായി. അതോടുകൂടി എന്തായി? ഖുർആൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ആ ഖുർആൻ സ്വഹാബത്തിന്റെ മനസ്സിൽ എങ്ങനെയുള്ളത്? സ്വഹാബത്തിന്റെ മനസ്സിൽ എങ്ങനെയുള്ളത്? ഫാത്തിഹ മുതൽ നാസ് വരെയാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മള് ഒറ്റുകാരന് പറയും, ഇപ്പൊ ഖുർആൻ ഹിഫ്ദ് കേന്ദ്രങ്ങളില്ലേ, ഖുർആൻ ഹിഫ്ദ് കേന്ദ്രങ്ങളിൽ ഫാത്തിഹ മുതൽ നാസ് വരെ അല്ല പഠിപ്പിക്കുന്നത്. ആണോ? അല്ല, അത് എടീന്ന് പഠിപ്പിക്കുക. എന്നിട്ട് അങ്ങനെ പോയിട്ട് അവസാനം ഹാഫിദ് ആകുമ്പോ ഫാത്തിഹ മുതൽ നാസ് വരെ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി? അതിപ്പോഴും തന്നെ. അപ്പൊ അന്നും സഹാബികൾ അങ്ങനെ പഠിച്ചു, ഇറങ്ങുന്നത് അങ്ങനെ പഠിച്ചു. അങ്ങനെ ഖുർആൻ പൂർണ്ണമായപ്പോ ഖുർആൻ മനഃപ്പാടമുള്ള സഹാബികളാണ് ഭൂരിപക്ഷം. അപ്പൊ അവർക്കൊക്കെ എങ്ങനെ മനഃപ്പാടം? ഫാത്തിഹ മുതൽ നാസ് വരെ. പറഞ്ഞ മനസ്സിലാവുക? ഫാത്തിഹ മുതൽ നാസ് വരെ മനഃപ്പാടം. പിന്നീട് റസൂൽ വഫാത്താകുമ്പോ, റസൂൽ മരിക്കുമ്പോ ഖുർആൻ മുസ്ഹഫായിട്ട് ഇങ്ങനെ ഇല്ല, പേജിലില്ല. ആരെ മനസ്സിലേ ഉള്ളൂ? സ്വഹാബിയുടെ മനസ്സിലേ ഉള്ളൂ. അങ്ങനെ റസൂൽ വഫാത്തായി. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നു. അങ്ങനെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം പറഞ്ഞത്, ഖുർആൻ നമുക്കൊന്ന് ക്രോഡീകരിക്കണം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരാളെ പേരിൽ ഫാത്തിഹ ഉണ്ടാവും, ഒരാളെ പേരിൽ അൽബക്കറിന്റെ കുറച്ചുണ്ടാവും, ഒരാളെ പേരിൽ ആലിബ്രാനെ കുറച്ചുണ്ടാവും. അപ്പൊ ഫാത്തിഹ എഴുതുന്ന രീതിയിലാണ്. അൽബക്കറിന്റെ കുറച്ച് ആയത്തുകൾ ഇപ്പൊ ഈ ഈത്തപ്പനന്റെ ഓലന്റെ മേലെക്കാരം, അങ്ങനെ ചിലത് കല്ലുമലയിക്കാരം. ഇതൊക്കെ പല ഭാഗത്താണ്. ഇത് ക്രോഡീകരിക്കണം. റസൂൽ വഫാത്തായല്ലോ, ഇതൊന്ന് ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ അബൂബക്കർ പറഞ്ഞു റസൂൽ ചെയ്യാത്ത പണി ഞാൻ ചെയ്യൂല. ചിന്തനെ കൊണ്ട് നോക്കണം. അപ്പൊ ഉപഭർത്താവ് പറഞ്ഞു അതങ്ങനല്ല, പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. നീ നബി ചെയ്യാത്തൊരു കാര്യമാണ്, നബി ഉള്ള സംഗതി തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും പുതിയതായി ഉണ്ടാക്കില്ല, അല്ലാതെ മനസ്സിൽ ഖുർആൻ അതൊന്ന് പകർത്ത ക്രോഡീകരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സുദൈഖ് സംഗതി മനസ്സിലായി. അങ്ങനെ എന്താക്കി, ഉപഭർത്താവ് വിളംബരം പുറപ്പെടുവിച്ചു ക്രോഡീകരിക്കാൻ പോകുന്നത് കൊണ്ട് എല്ലാ സഹാബികളും ഖുർആൻ മനപ്പാടമുള്ള എല്ലാ സഹാബികളും വരണം പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പൊ അതിനൊരു കാരണം വേറെ ഉണ്ട്. എന്താന്ന് വെച്ചാല് കുറെ യുദ്ധത്തിൽ പങ്കെടുത്ത് കുറെ മഹാഫിലായ കുറെ സഹാബികൾ മരണപ്പെട്ടു. യുദ്ധത്തിൽ പെട്ടപ്പോൾ അങ്ങനെ സാഹചര്യം പ്രത്യേകം അതുണ്ടായിരുന്നു. പറ്റിച്ചു കൊണ്ടുപോയിട്ട് മനപ്പാടമുള്ള ഖുർആൻ മനപ്പാടമൊക്കെ കുറെ നൂറുകണക്കിന് സാഹചര്യം കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇതിന്റെ പശ്ചാത്തലം. അങ്ങനെ ഉപഭർത്താവ് വിളംബരം പുറപ്പെടുവിച്ചു. അങ്ങനെ എല്ലാവരും വന്നു, എല്ലാ സഹാബികളും വന്നു. അങ്ങനെ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന പ്രമുഖനായ സഹാബി, സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന അദ്ദേഹത്തിന്റെ പേര്, ഖുർആൻ ക്രോഡീകരിച്ച സഹാബി സയ്യിദ് ഇബ്നു സാബിത്ത്. സയ്യിദ് ഇബ്നു സാബിത്ത് രണ്ട് സയ്യിദ് കിട്ടാം. ഒരു സയ്യിദ് ഖുർആനിൽ ഒറ്റ സഹാബിന്റെ പേരെ പറഞ്ഞത് ഏതാ? ഖുർആനിൽ ഒറ്റ സഹാബിന്റെ പേരെ ഖുർആനിലുള്ള ഏതാ? സയ്യിദ് ഇബ്നു ഹാരിസ. ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ. ഖുർആനിൽ ഒറ്റ സഹാബിന്റെ പേരുള്ള സയ്യിദ് മാത്രമാണ്, അത് സയ്യിദ് ഇബ്നു ഹാരിസ. ഇതല്ല സയ്യിദ് ഇബ്നു സാബിത്ത്. ഖുർആൻ ക്രോഡീകരിച്ച സഹാബി സയ്യിദ് ഇബ്നു സാബിത്താണ്. ഇദ്ദേഹം അത്രയാണ് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ എല്ലാവരും വന്നു. എല്ലാവരും വന്നിട്ട് എല്ലാവരുടെ കയ്യിലൊന്നും വാങ്ങി. എല്ലാ സഹാബികളും വന്നു, അവരെ കയ്യിലൊന്നും കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ ക്രോഡീകരിച്ചു. ആദ്യം ഫാത്തിഹ വാങ്ങി വെച്ചു. അപ്പൊ ഫാത്തിഹ എന്തിലായിരിക്കും? ഒരു ഈത്തപ്പനന്റെ മക്കളുകളായിരിക്കും. പിന്നെ അൽബക്കറ വെച്ചു, പിന്നെ ആലിമ്രാൻ വെച്ചു. ആലിമ്രാൻ ചിലപ്പോൾ തോലിലായിരിക്കും. പിന്നെ മായിദ, പിന്നെ നിസാദ് വെച്ചു, മായിദ വെച്ചു. അങ്ങനെ ഓരോ ഒന്ന് എന്തായിരിക്കും, ഒന്ന് പലകായിരിക്കും, ഒക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ക്രോഡീകരിച്ചു വെച്ചല്ല, എല്ലാം ഒരേപോലെ വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ ക്രോഡീകരിച്ചു വെച്ചു. അങ്ങനെ അപ്പൊ എന്തായിപ്പത് ഓർഡറായി മുസ്ഹഫായി. ഖുർആനിലെ മുസ്ഹഫ് എന്ന് ആദ്യം പിടിച്ചതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഖുർആനിലെ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ പേജുകളിലാക്കപ്പെട്ടതാണ്. അവിടെ പേജ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ എന്നിന്റെ മേലെ ഒന്നാമത്തെ പേജായിരിക്കും, മറ്റേ ഈത്തപ്പന രണ്ടാമത്തെ പേജാണ്. അങ്ങനെ ഏടുകളിലാക്കപ്പെട്ടതാണ് മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ. അതാണ് മുസ്ഹഫ്. സുഹുഫ് എന്നല്ലേ, സുഹുഫ് ഇബ്രാഹിമ മൂസ, സുഹുഫ് അതാണ് മുസ്ഹഫ്. ഏടുകളിലാക്കപ്പെട്ടത്. അങ്ങനെ നബി വഫാത്താകുമ്പോ മുസ്ഹഫ് ഇല്ല, നബി വഫാത്താകുമ്പോ ഖുർആനേ ഉള്ളൂ. ഖുർആനിലെ മുസ്ഹഫ് എന്ന് ആദ്യം പഠിച്ചത് ആരാ? അങ്ങനെ ഖുർആൻ ക്രോഡീകരിച്ചു. അത് കൊണ്ടേക്ക് എവിടെ വെച്ചു? ഹഫ്സാ ബീവിന്റെ വീട്ടിൽ വെച്ചു. നബിന്റെ ഭാര്യയാണ്, ഉമർ ഖത്താബിന്റെ മകളോ. ഹഫ്സാ ബീവിന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അതാണ് ഖുർആനെ ക്രോഡീകരണം. പിന്നെ നമ്മുടെ കൈകളിലായി ഖുർആനൊക്കെ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹത്തിന്റെ കാലത്ത് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിശാലമായ കാലഘട്ടം ഉമർ ഖത്താബിന്റെ കാലത്ത്. ഉമർ ഖത്താബിന്റെ ഭരണം കഴിഞ്ഞുകൊണ്ട് വരുന്ന ഭരണം ഏതാണ്? അങ്ങനെ ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് ഒരു സ്വഹാബിന്റെ, പ്രമുഖനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ പേര് ഹുദൈഫത്തുൽ യമാൻ. അതെ, ഹുദൈഫത്തുൽ യമാൻ എന്നാണ് സ്വഹാബിന്റെ പേര്. ഇദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. ഹുദൈഫത്തുൽ യമാൻ, ഹുദൈഫത്തുൽ യമാൻ ഒരു സഞ്ചാരിയായ സ്വഹാബി. ഇദ്ദേഹം ഇങ്ങനെ പല നാടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് യാത്ര ചെയ്ത്, പല നാടുകളിലൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് ഇങ്ങനെ പോണ സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു. എന്താണെന്നറിയാം? പല നാട്ടില് ആൾക്കാർ പല കോലത്തിൽ ഖുർആൻ ഓതുന്നു. പല നാട്ടിൽ പല രൂപ, കാരണം തുടങ്ങിയ കാലം സമയമാണല്ലോ, പല നാടുകളിൽ പല രൂപത്തിൽ ആൾക്കാർ ഖുർആൻ ഓതുന്നു. അപ്പൊ ഹുദൈഫത്തുൽ യമാൻ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ല പിന്നെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പല ആൾക്കാർ പല നാട്ടിൽ ഓതുന്നു. അപ്പൊ നമുക്കൊരു പരിഹാരം തന്നെ വേണം. എന്താ പരിഹാരം? എന്താ പരിഹാരം? വേറൊന്നല്ല, എല്ലാവർക്കും ഗുണം കൊടുത്തേക്കണം. അപ്പൊ ഈ സാധനം എവിടെ ഉള്ളത്? അഫ്സാബീന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിന്റെ 10 കോപ്പി എടുത്തു. 10 കോപ്പി
ആ 10 കോപ്പി ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അയച്ചു കൊടുക്കും. അത് മാനിന്റെ തോലിലാണ്. അതിൽ ഒരു കോപ്പി ഇന്ന് ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ട്. 1000 പേജാണ്. 1000 പേജുള്ള മാനിന്റെ തൊലിയിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1000 പേജുള്ള മാനിന്റെ തോല് ആണ് അതിന്റെ അത് സ്വർണ്ണലിപിയാണ്. സ്വർണ്ണലിപികളിലാണ് എഴുതിയിട്ടുള്ളത്. സ്വർണ്ണലിപികളിൽ എഴുതിയ 1000 പേജുണ്ട് മാനിന്റെ തോലിലാണ്. അത് ലോകത്തിന്റെ ഓരോ ഭാഗത്തേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഈ ഖുർആന് ഉസ്മാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരി, അപ്പോ ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ മുഅവ്വദത്തൈനി ഖുർആനിന്റെ അവസാനത്തെ 2 സൂറത്താണ് മുഅവ്വദത്തൈനി. അത് അവതരിപ്പിക്കപ്പെട്ട ക്രമത്തിലല്ല, എഴുതപ്പെട്ട ക്രമമാണ്. അവതരിപ്പിക്കപ്പെട്ട ക്രമത്തിലല്ല, പിന്നെ എങ്ങനെയാണ് എഴുതപ്പെട്ട ഖുർആൻ എഴുതപ്പെട്ട ക്രമത്തിലാണ് അവസാനത്തെ 2 സൂറത്തായിട്ട് മുഅവ്വദത്തൈനി വന്നത്. അത് എങ്ങനെയാണ് വന്നത്, അതിന്റെ ക്രോഡീകരണം എന്താ എങ്ങനെയായിരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. ഇനി നമ്മൾ ഇതിലേക്ക് കടക്കണം, മുഅവ്വദത്തൈനിയിലേക്ക് കടക്കണം. മുഅവ്വദത്തൈനിയുടെ ഫളായിലുകളാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. മുഅവ്വദത്തൈനിയുടെ പ്രത്യേകത ഉണ്ടെങ്കിൽ 2 സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, മറ്റു സൂറത്തുകളെ പോലെയല്ല. അതിന്റെ പേര് പോലെ തന്നെ മുഅവ്വദത്തൈനി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ചെറുകളിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന, രക്ഷയെ ചോദിക്കുന്ന 2 സൂറത്തുകളാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ എല്ലാ നമസ്കാരത്തിലും 17 തവണ ആവർത്തിച്ചോടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണെങ്കിൽ, മുഅവ്വദത്തൈനി നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ പല തവണ നമ്മൾ ആവർത്തിച്ചോടേണ്ട, അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് മുഅവ്വദത്തൈനി. ആ മുഅവ്വദത്തൈനി 2 എണ്ണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പൊ 2ന്റെ കൂടി പ്രത്യേകത എന്ന് പറയാം. പിന്നീട് 2ന്റെയും നമ്മുടെ ഇതിന്റെ പാരായണവും തജ്വീദ് നിയമവും അതിന്റെ അർത്ഥവും നമുക്ക് പഠിക്കാം. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് മുഅവ്വദത്തൈനിയുടെ ശ്രേഷ്ഠതയിൽ ഒന്നാമതായി പറയാനുള്ളത് പിന്നെ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യറാ മിത്ലഹുന്ന ഖത്തു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നബി പറഞ്ഞു, പിന്നെ ചോദിക്കുകയാണ്, അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യറാ മിത്ലഹു, ഈ രാത്രിയിൽ ഇറങ്ങിയ 2 സൂറത്തുകളെ പോലെയുള്ള മറ്റൊരു സൂറത്തും കണ്ടിട്ടില്ല. അപ്പൊ ഇത് രണ്ടും ഇറങ്ങിയത് രാത്രിയാന്ന് മനസ്സിലായി. ഇത് ഇറങ്ങിയത് പകലല്ല, രാത്രിയാന്ന് മനസ്സിലായി. ഈ രാത്രിയിൽ ഇത് ഇറക്കപ്പെട്ടതുപോലെ വേറൊരു സൂറത്ത് സൂറത്തും അതുപോലെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. അപ്പൊ വളരെ ഗൗരവമുള്ള, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഹദീസ് അബീ സഈദ് ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ ഐനിൽ ജാന്നി വഐനിൽ ഇൻസി. നബി ജിന്നുകളുടെ കണ്ണിനെ തൊട്ടും മനുഷ്യരുടെ കണ്ണിനെ തൊട്ടും കാവലിനെ ചോദിക്കാറുണ്ടായിരുന്നു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളുടെ കണ്ണിനെ തൊട്ടും മനുഷ്യരുടെ കണ്ണിനെ തൊട്ടും കാവലിനെ ചോദിക്കാറുണ്ടായിരുന്നു. ഫലമ്മ നസറത്തിൽ മുഅവ്വദത്താനി, അങ്ങനെ ഈ സൂറത്ത് മുഅവ്വദത്താനി ഇറങ്ങിയപ്പോൾ അഖദ ബിഹിമാ, പിന്നീട് രക്ഷ ചോദിക്കാൻ അത് രണ്ടും എടുക്കുകയും വതറക മാ സിവാ ദാലിക, അതല്ലാത്തത് അത് അദ്ദേഹം നബി ഒഴിവാക്കുകയും ചെയ്തു. ഇത് നസായി അഖ്റജഹു നസായി സ്വഹീഹാണ്. കിതാബുൽ ഇസ്തിഹാദത്തിലുണ്ട്. ബാബുൽ ഇസ്തിഹാദത്തി മിൻ ഐനിൽ ജാനി എന്ന് പറഞ്ഞ ഹദീസിലുണ്ട്. നമ്പർ 5399. തുർമുദിയിലുണ്ട്. കിതാബുൽ തിബ്ബിലുണ്ട്. ബാബു മാ ജാഅ ഫി റുഖിയ എന്ന പേരിൽ വന്ന ബാബിൽ ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്പർ 1984 നമ്പർ. ഇബ്നു മാജന്റെ ഹദീസിൽ കിതാബുൽ തിബ്ബിലുണ്ട്. ബാബു മിനൽ ഐനി എന്ന് പറഞ്ഞ ബാബിലുണ്ട്. 3502 നമ്പർ ഹദീസാണ്. അൽബാനി സഹീഹ് ജാമിയിലുണ്ട് 4902. മിഷ്കാത്തിലുണ്ട്. മിഷ്കാത്തിലെ നമ്പർ 4563. ഇത്രയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ്, അതിന്റെ നമ്പറുകളാണ് പറഞ്ഞത്.
അതെന്തിനാ പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പോഴും ചില ആൾക്കാർക്ക് ചില സംശയമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഹദീസുകൾ, ഇത്രയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലുള്ളതാണ് മനുഷ്യന്റെ കണ്ണും ജിന്നിന്റെ കണ്ണും അയിന്. അതിൽ നിന്ന് നബിസ്വല്ലല്ലാഹു പണ്ടേ രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു. ഈ 2 സൂറത്ത് ഇറങ്ങിയപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട്, ആ പദങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് രക്ഷ ചോദിക്കാൻ വേണ്ടി സ്വീകരിച്ചത് ഏതാണ്? ഈ 2 സൂറത്തുകളായിരുന്നു എന്നാണ്. അപ്പൊ എന്താണ് ഈ കണ്ണെന്ന് പറഞ്ഞാൽ അത് മറ്റ് ഹദീസുകളിൽ കാണാം. റസൂൽ പറയുന്നത് സത്യമാണ്, കണ്ണ് സത്യമാണ് എന്നാൽ പരീക്ഷണമാണ് അർത്ഥം. എന്നാൽ ഒരാളെ കണ്ണുകൊണ്ട് അള്ളാഹിന്റെ തീരുമാനത്തെ മാറ്റി നല്ല പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിച്ച ഒരു ഹൈറിനെ ഒരാളെ കണ്ണുകൊണ്ട് മാറ്റി നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ്, അള്ളാഹു തആല ഒരു പരീക്ഷണമായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ചിലത് അങ്ങനെ നടക്കും. എങ്ങനെ? ചില ആളുകളുടെ അത് വിശദമായിട്ട് ഹദീസുകളിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറ്. ഖുർആനല്ലേ? അതിന്റെ അർത്ഥം അങ്ങനല്ലേ? അല്ലേ? അത് അർത്ഥം അങ്ങനല്ലേ? ഖുർആനല്ലേ? അസൂയ വെക്കുമ്പോൾ ഒരു ഷർറുണ്ട് അല്ലേ? ഉറപ്പല്ലേ? ജിന്നിൻ്റെതുണ്ട്, ഇൻസിൻ്റെതുണ്ട്. സൂറത്തുൽ നാസ് അവസാനിക്കുന്നത് എങ്ങനെ? മിനൽ ജിന്നതി വന്നാസ്. ജിന്നിലും മനുഷ്യരിലും പെട്ട ഷർറുണ്ട്. സംശയം വേണ്ട, നിഷേധിക്കണ്ട. അത് ഹദീസാണ്, ഖുർആനാണ്. ഖുർആനും ഹദീസും വന്നാൽ പിന്നെ സംശയത്തിന്റെ അവസ്ഥ ഇല്ല. അപ്പോ നമുക്ക് ഈ അയിന് കൊണ്ട്, മനുഷ്യൻ്റെതാവട്ടെ ജിന്നിൻ്റെതാവട്ടെ, അയിന് കൊണ്ട് ഇപ്പൊ മനുഷ്യന്മാരാണെങ്കിൽ നമുക്ക് കാണാം അല്ലെ? ജിന്നാവുമ്പോഴോ നമ്മക്ക് കാണാൻ പറ്റില്ല, ഓർക്ക് നമ്മൾ അങ്ങോട്ട് കാണാം. സൂറത്ത് ആറാഫിലെ വളരെ വ്യക്തമായി സൂറത്ത് ആറാഫിൽ 27 പറയുന്നത് ഇങ്ങോട്ട് കാണും, നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല. അപ്പൊ ഈ ഷെർ ഉണ്ട്, വളരെ പ്രധാനമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ ഇതിങ്ങനെ ടെൻഷൻ അടിച്ച് ബേജാറായിട്ട് കരിക്കണ്ടാൻ നോക്കുന്നു, വലിയ ബോഡിക്ക് വെക്കാനല്ല. ചില ആൾക്കാർ പെരണ്ടാക്കുമ്പോ കണ്ണുകെട്ടോ വിചാരിച്ചിട്ടുണ്ടാക്കും, ഒരു കോലുണ്ടാക്കി വെക്കും, എന്നിട്ട് അതിന്റെ മേലെ ചട്ടി ഒട്ടിക്ക് പോകും, എന്നിട്ട് അതിന്റെ മേലെ കണ്ണ് വരച്ച് വെക്കും, കോലുണ്ടാക്കി വെക്കും. കരിക്കണ്ടാൻ നോക്കുന്നില്ല, ഇങ്ങനെ കരിനകത്ത് മീച്ചൊക്കെ വെച്ചിട്ടൊരു കറുത്ത സാധനം ഉണ്ടാക്കി വെക്കും. അതൊന്നല്ല വേണ്ടത്, ചെയ്യാൻ പാടില്ല. എന്നാൽ ഇത് നിഷേധിക്കും വേണ്ട. ഖുർആനും സുന്നത്തും എവിടെയാണ് അത് അവിടെ നിൽക്കേണ്ടത്. നമ്മൾ തീരെ അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ലാന്ന് പറയണ്ട, നിഷേധിക്കണ്ട. കാരണം ഉണ്ട് എന്ന് അള്ള പറഞ്ഞതാണ്, അള്ള പരീക്ഷണാക്കി വെച്ചതാണ്. അത് ഉണ്ടാകും. അപ്പൊ അത് ഉണ്ടാകുമ്പോൾ പിന്നെ തടയാൻ വേണ്ടി തങ്ങന്മാരെടുത്തും മൂല്യന്മാരെടുത്തും കണക്കന്മാരെടുത്തും ജ്യോതിഷന്മാരെടുത്തും ഭീമാരെടുത്തും പോയിട്ട് ഉറുക്കും ഐക്യം കണ്ടതല്ല പരിഹാരം. മൻ അല്ലക്ക തമീമത്തിൽ പങ്ക് അഷ്റക്ക. ആരെങ്കിലും ഐക്കല് കെട്ടിയാൽ, ഐക്കല് എന്നല്ല പറയുന്നത് അല്ലെ? ഐക്കല് എന്ന് പറയും. പിന്നെ അതിനൊക്കെ ഒരേ സംഭവം തമീമത്ത് എന്നാണ് അറബി പറയുന്നത്. മൻ അല്ലക്ക തമീമത്തിൽ പങ്ക് അഷ്റക്ക. അവൻ അള്ളാഹു പങ്കു ചോദിക്കും. കാരണം അവൻ ഈ അള്ളാഹിന്റെ കലാമിനല്ല അഭയം പ്രാപിച്ചത്. പിന്നെന്താണ് ഈ എഴുതിയൊക്കെ സാധനത്തിലാണ്. അപ്പൊ ചില ആൾക്കാർ പറയും അതിന്റെ ഉള്ളില് ആയത്തുൽ കുർസി എഴുതിച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളില് പിന്നെ ഖുർആൻ വിന്യാസം പലപ്പോഴും തന്നെയാണ്. പിന്നെ അതിന്റെ നമ്പറാണ്, കോഡ് നമ്പറാണ്. പിന്നെ അതിനൊക്കെ ഒരു കോഡ് നമ്പർ ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 756 എഴുതാൻ മതി, കോഡ് നമ്പർ ഉണ്ട്, പിന്നെ നമ്പർ എഴുതിച്ചിട്ടുണ്ടാവും. അങ്ങനെ പലതും അതിന് തകിടാണ്, എന്നിട്ട് അതൊരു കുറി ഇതിനുള്ളിലാക്കുന്നതാണ്. ആയത്തുൽ കുർസിയൊക്കെ എഴുതിച്ച് ഇങ്ങനെ അരമ്പം കെട്ടിയിട്ട് കപ്പസ് പോയി തിരിക്കല്. അങ്ങനെയുണ്ട്. ആയത്തുൽ കുർസിയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. എന്നിട്ട് കക്കൂസിലാ പോയി ഇത് കഴിച്ചൊന്നും വെക്കില്ല. ഏലസിയൊക്കെ ആരോട് കഴിച്ചിട്ടൊന്നല്ല, ബാത്റൂമിൽ പോയത്. ഭയങ്കരമായ അബദ്ധങ്ങളാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂല് പറഞ്ഞോട് നിൽക്കാഞ്ഞാൽ വലിയ അബദ്ധം നമ്മൾ ജീവിതം സംഭവിക്കും, വലിയ അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ സംഗതി ഇല്ലാതാവാൻ വേണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? മന്ത്രവും ഏലസും ഐക്യമൊന്നുമല്ല. അതിന് വേണ്ടി കുറെ പൈസ, അതിന് കുറെ ആൾക്കാർ ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഈ രംഗത്ത്, ആത്മീയ രംഗത്തെ ചൂഷണമാണ്. അവിടെ പോയി തലച്ചു കൊടുക്കണ്ട, പഠിച്ചാൽ മതി. കുലാവുദ്ദീൻ പറമ്പിന്യാസും കുലാവുദ്ദീൻ പറമ്പിൽ ഫലക്കും കാണാതെ പഠിച്ച് അർത്ഥം മനസ്സിലാക്കി ആശയം മനസ്സിലാക്കി പഠിച്ച് അതാണ് ചൊല്ലിയാൽ മതി.
എല്ലാ അതിനും പോകും, എല്ലാ കണ്ണും പോകും, ഒരു കണ്ണൂറും പറ്റില്ല. അപ്പൊ നിഷേധിക്കണ്ട, തള്ളിക്കളയും വേണ്ട. എന്നാലോ ഇത് പഠിക്കാതിരിക്കും വേണ്ട, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും വേണ്ട. അവനാന്റെ കാര്യം അവനാൻ തന്നെ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ സമയമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി മുഹമ്മദത്തൈനി ഓതൽ സുന്നത്തുള്ള ചില സന്ദർഭങ്ങളുണ്ട്. എഴുതിച്ചോളൂ. മുഹമ്മദത്തൈനി ഓതൽ പ്രത്യേകം സുന്നത്തുള്ള ചില സന്ദർഭങ്ങൾ. ഖുർആൻ എപ്പോഴും ഓതാം, ഏത് സൂറത്തും ഓതാം, ഏത് ആയത്തും ഓതാം, എപ്പോഴും ഓതാം, ഒഴിവുണ്ടാക്കാൻ കൊതിക്കൂടി ഒക്കെ നല്ലതാണ്. പക്ഷെ മുഹമ്മദത്തൈനി പ്രത്യേകം സുന്നത്തുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്ന്, അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഉറങ്ങുന്നതിന്റെ മുമ്പ് കുറേ കാര്യങ്ങൾ ചൊല്ലാനും പറയാനുണ്ട്. അതിൽ സുന്നത്താക്കപ്പെട്ടതാണെന്ന് മുഹമ്മദത്തൈനി ഓതുക എന്നുള്ളത് ഉറങ്ങണതിന്റെ മുമ്പ്. ഇനി അതെങ്ങനെ ഓതണ്ടി, അത് രൂപം കൂടി പറഞ്ഞു. അത് നമ്മൾ സാധാരണ ഓതാമാരി അല്ല കേട്ടോ, രൂപം പറഞ്ഞു. നിസ്കാരത്തിൽ നമ്മളെങ്ങനെ ഓതും? നിസ്കാരത്തിൽ സാധാരണ മുഹമ്മദത്തൈനി ഓതും അല്ലേ? നിസ്കാരം കഴിഞ്ഞ ശേഷം മുഹമ്മദത്തൈനി അത് വേറെ സന്ദർഭം വരാൻ പോകുന്നുണ്ട് സാധാരണ ഓതും. പക്ഷെ രാത്രി കിടക്കുമ്പോൾ ഓതുന്നതിന് ഒരു വ്യത്യാസമുണ്ട്, രൂപത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആ ഹദീസ് തന്നെ വായിക്കാം, ശ്രദ്ധിക്കാം. അതിന് ആയിഷക്ക, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പിന്നെ ഞാനിങ്ങനെ ഞങ്ങളിപ്പോൾ ഈ അണ്ണാം നാട്ടിലെ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴേ നമ്മളെ മുഹമ്മദ് സാഹിബിന്റെ കാറിലാണ് വന്നത്. മുഹമ്മദ് സാഹിബ് പറഞ്ഞ വാക്കുണ്ട്, ഇതിന് ഈ നമ്മൾ ദീന് പഠിക്കുമ്പോൾ ശരിക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതി ആധികാരികത. ദീന് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതി, ഇതിന്റെ ആധികാരികത ബോധ്യപ്പെടും കൂടുതൽ ഇത് പഠിക്കുമ്പോൾ. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഈ രാത്രി നബിന്റെ രാത്രി നിസ്കാരത്തിലെ പ്രാർത്ഥന. നബി ഉറങ്ങുമ്പോൾ ഇതൊക്കെ റിപ്പോർട്ടിൽ ആയിഷ ബീവി. ഇതൊക്കെ നമ്മൾ നേരത്തെ വായിച്ച ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഉഖബത്ത് ആകണം. ഏത് പിന്നെ നേരത്തെ പറഞ്ഞ ഹദീസ് രണ്ടാമത്തെ ഹദീസ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു. ഇതേ സൂറത്ത് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ഉഖബത്ത് ആകണം രണ്ടാമത്തെ സഈദ് റളിയല്ലാഹു അൻഹു. ഇത് നബി ഉറങ്ങുമ്പോൾ ചൊല്ലിയത് എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞത് ആരാണ്? ആയിഷ ബീവി. നോക്കി, നിങ്ങളുടെ ആധികാരികതയാണ്. കാരണം രാത്രി ഉറങ്ങുമ്പോൾ ഒരാൾ എവിടെയുള്ളത്? വീട്ടിലാണ്, നബിയുടെ ഭാര്യയുടെ കൂടെ ഉള്ളത്. ആയിഷ ബീവി പറയാണ് എന്താ? എല്ലാ രാത്രിയിലും അദ്ദേഹം നബി തന്റെ ഫിറാഷിലേക്ക് വന്നാൽ, കാരണം ഉറങ്ങാൻ വേണ്ടി തന്റെ വിരിപ്പിലേക്ക് വന്നാൽ. നബിന്റെ വിരിപ്പറഞ്ഞ നമ്മള് എ സി റൂമൊന്നും കണക്കാക്കണ്ട. നബിന്റെ വിരിപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങണ സ്ഥലം എന്ന് പറഞ്ഞാല് ഒരു ഈത്തപ്പനന്റെ തടിയാണ്, ഈത്തപ്പനന്റെ മരം, അതിമല ഉറങ്ങാം. നീച്ചാൽ ഇവിടെ അങ്ങനെ ഈത്തപ്പനന്റെ അടയാളം ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാവും, അതിനെ കടന്നിട്ട് അടയാളം ഉണ്ടാവും. അപ്പോഴാണ് സാഹചര്യം ഒരിക്കൽ ചോദിച്ചത്, ഞാനൊരു വിരിപ്പ് ഇപ്പൊ വിൽക്കാൻ തരട്ടെയാണ്. അപ്പൊ നബി എന്താ പറയുക? അത് കൊണ്ടിരുന്നല്ല പറയും. നബി പറഞ്ഞാൽ എന്താ അറിയോ? നബി പറഞ്ഞു, എനിക്കെന്തിനാ വിരിപ്പ്? ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരനെ പോലെ. ഒരു യാത്രക്കാരൻ വിശ്രമിക്കാൻ വേണ്ടി മരത്തിന്റെ ചോട്ടിലിരിക്കും. കുറച്ചേരം ഓൻ അവിടെ ഇരുന്നിട്ട് പോകും, പിന്നെ ഓനും മരം തമ്മിൽ ബന്ധമില്ല. ഇതാണ് ഞാനും ദുനിയാവും. ഞാനൊരു യാത്രക്കാരനെ പോലെ കുറച്ച് വന്നു പോകും. ഒരിക്കല് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കല് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞൊരു സന്ദർഭം പറയുന്നു. ഈത്തപ്പനന്റെ ഓരോട് ഇങ്ങനെ മറച്ചൊരു വീടാണല്ലോ നബിന്റെ വീട്. അങ്ങനെ വന്നിട്ട് വീട്ടിലിങ്ങനെ വന്നിട്ട് ഉമർ ഖത്താബ് എടുക്കുക. അപ്പോ നബിക്ക് ആകെ വിഷമായി. അപ്പൊ നബി ചോദിച്ചു, എന്തിനാണ്? അപ്പോ മക്ക വിജയത്തിന്റെ ശേഷാട്ടോ, മക്ക വിജയം കഴിഞ്ഞ ഉടനെയാണ്. മക്ക വിജയം കഴിഞ്ഞ ഉടനെ പറഞ്ഞാൽ മക്കയുടെ അധിപനാണ് ആര്? ആ രാജ്യത്തിന്റെ രാജാവാണ്, ഭരണാധികാരിയാണ്. അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് റസൂൽ, വിധി പറയേണ്ട ആളാണ്, അവിടുത്തെ രാജാവാണ്. അപ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദ്യത്തിൽ പറഞ്ഞു, ഞാനെങ്ങനെ റസൂലെ അറിയാതിരിക്കുക? ഈ രാജ്യത്തിന്റെ ഭരണാധികാരി രാജാവിന്റെ കൊട്ടാരത്തിലാണ് ഞാൻ വന്നത്. ഈത്തപ്പന്റെ ഓരോട് മറച്ചു കിട്ടിയ ഇവിടെ ഈ കൊട്ടാരം കണ്ടാൽ ഞാനെങ്ങനെ കരയാതിരിക്കും? റസൂല് കിടക്കണ ഈത്തപ്പന്റെ തടിയുണ്ടല്ലോ, അപ്പൊ പറഞ്ഞ അത് ചൂണ്ടിട്ട് പറഞ്ഞു, എന്റെ രാജാവിന്റെ സിംഹാസനമാണ്, എന്റെ രാജാവിന്റെ സിംഹാസനമാണിത്. ഇത് കണ്ടാൽ ഞാനെങ്ങനെ കരയാതിരിക്കും? ഒരു തോൽപാത്രം ഇങ്ങനെ ഉണ്ട് ചുമരുകളിൽ, തോൽപാത്രം.
ആ തോൽപാത്രത്തിൽ കുറച്ച് മാവുണ്ട്, ഒരു റൊട്ടിക്കുള്ള മാവ് തികയില്ല. അത് ചൂണ്ടി പറഞ്ഞു, എൻ്റെ രാജാവിൻ്റെ ഖജനാവാണ്, ആ ഖജനാവിലെ നിധിയാണിത്. ഞാനങ്ങനെ കരയാതിരിക്കും റസൂലെ. അല്ലാഹു റസൂൽ മുഹമ്മദിനെ ചിലത്തിൽ പിടിച്ചു നിന്റെ മനസ്സിൽ പരലോകത്തെ കുറിച്ച് വല്ല സംശയവും. ഈ മുഹമ്മദിന്റെ കൊട്ടാരം നാളെ സ്വർഗത്തിലാണ്, ഈ മുഹമ്മദിന്റെ സിംഹാസനം നാളെ സ്വർഗത്തിലാണ്, ഈ മുഹമ്മദിന്റെ ഖജനാവ് നാളെ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിനെ അത്രമാത്രം അവരൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് അല്ലേ? ആരും എങ്ങനെയാണ് ആവശ്യമില്ല. അവര് ജന്മദിനം തിങ്കളാഴ്ച നോമ്പ് വെക്കുന്നു. അതാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം സ്നേഹിച്ചവരാണ്. ഒരാൾ സ്വർഗത്തിൽ ആദ്യം ഹിജ്റ റസൂൽ വഫാത്തായി 600 കൊല്ലത്തോളം മൗലിദിന്റെ കിതാബ് രചിച്ചിട്ടില്ല. മൗലിദിന്റെ കിതാബില്ല, ആ കിതാബ് പോലും ഓതിയിട്ടില്ല, വായിച്ചിട്ടില്ല. അവരൊക്കെ സ്വർഗത്തിലാണ്. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല പറയും, കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് വന്നാൽ, കിടക്കാൻ വേണ്ടി ആ വിരിപ്പ്, അതാണ് ആ കട്ടിൽ, അവിടേക്ക് വന്നാൽ എല്ലാ ദിവസവും ജമാ കഫ്, ശ്രദ്ധിക്കണം എങ്ങനെയാണ് രാത്രി ഉറങ്ങുമ്പോൾ വാഴബദത്തേക്ക് ഓതേണ്ടതെന്ന് പറഞ്ഞു. ജമാ കഫൈ, കഫ് എന്ന് പറഞ്ഞതാണ് കഫ്, ഇതിങ്ങനെ ചേർത്ത് പിടിക്കും റസൂൽ. ഇതേപോലെ നമ്മൾ ചെയ്യണം, നമ്മൾ അതാണ് മഹബത്ത്. റസൂൽ മഹബത്ത്, റസൂൽ ചെയ്ത പോലെ ചെയ്യാം, ചെയ്യാത്തൊരു കാര്യം ചെയ്യരുത്, ചെയ്ത പോലെ ചെയ്യാം. 2 വർഷം 2 കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഉറങ്ങാൻ വേണ്ടി വന്നാൽ തുമ്മ നഫസ ഫീഹിമ, എന്നിട്ട് 2ലേക്ക് ഊതും. 2ലേക്കും റസൂൽ ഊതും, ആദ്യം ഊതും, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഊതും, ഇതിലേക്ക് നഫസ ഫീഹിമ ഫഖറ ഫീഹിമ, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഊതിയിട്ട് ഊതും. ഏതോതും? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് രണ്ടും ഊതുമായിരുന്നു. പിന്നീട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഹദീസിലുണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് ثم يمسح بهما ما استطاع من جسده, ഇങ്ങനെ പിടിച്ചു ഊതി ഓതി 3 സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് മസഹ, തടവി കൈ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് കഴിയുന്നത് വരെ തുടക്കം തലമൻ ഇങ്ങനെ തുടങ്ങി മുഖത്തേക്ക് വരും. മുഖത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ശരീരത്തിന് മുൻഭാഗം, തല മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് തലഭാഗത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് മുഖത്തുകൂടി ഇങ്ങനെ വന്നിട്ട് മുൻഭാഗം മുഴുവനും അദ്ദേഹത്തിന് സാധിക്കുന്നത് വരെ എത്ര വട്ടം? 3 വട്ടം ചെയ്യുമായിരുന്നു. ഇത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട്. ഫളായിലുൽ ഖുർആൻ ഫളായിലുൽ മുഅവദാത്ത് എന്ന പിന്നെ ബാബിലുണ്ട്. 4630 നമ്മുടെ ഹദീസിൽ. മുസ്ലിമിന്റെ കിതാബിലുണ്ട്, അത് ബാബു കിതാബുസ് സലാമിലുണ്ട്. പിന്നെ ബാബു റുഖിയ അൽ മരിയം ബിൽ മുഅവദാത്തി വൻ നഫസ് എന്ന് പറയുന്ന ബാബിലുണ്ട്. അതിന്റെ ഹദീസ് നമ്പർ 4065. എങ്ങനെ? പിന്നെ പുലിയാലി കാഫിറിന് മുമ്പും കിട്ടാം, പുലിയാലി കാഫിറിനുണ്ട്, അത് വേറെ ഹദീസിലുണ്ട്. അപ്പൊ എന്നിട്ട് അതിങ്ങനെ ആദ്യം ഊതുന്നു പിന്നെ ഊതുന്നു, ആദ്യം ഊതുന്നു പിന്നെ ഊതുന്നു, എന്നിട്ട് തല മുതൽ ഇങ്ങനെ മുഖത്തുകൂടി ഇങ്ങനെ വന്നിട്ട് ശരീരത്തിന്റെ മുൻഭാഗം കാല് വരെ തടവുന്നു. ആ തടവിൽ എത്ര വട്ടം? 3 വട്ടം തടവുകയും ചെയ്യും. ഇങ്ങനെ ആവർത്തിച്ചു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ മുഹമ്മദത്താനിയുടെ ശ്രേഷ്ഠതയാക്കി നമ്മൾ മനസ്സിലാക്കേണ്ട. ഇനിയും മറ്റു ചില ഇത് ഓതേണ്ട സുന്നത്തായ സന്ദർഭങ്ങളാണ് പറഞ്ഞത്, അതിലൊരു സന്ദർഭം പറഞ്ഞത്. ഇനിയും വേറെയും സന്ദർഭങ്ങൾ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹദീസടക്കം നമുക്ക് പറയാം. ഏതായിരുന്നാലും ഈ സൂറത്ത് നമ്മൾ പഠിക്കാൻ നിയ്യത്ത് വെക്കുക, കാണാതെ പഠിക്കുക, അർത്ഥസഹിതം പഠിക്കുക, എന്നിട്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹു സുരക്ഷിതത്വം നൽകും, സമാധാനം നൽകും, നിർഭയത്വം നൽകും. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ അസൂയക്കാരുടെ അസൂയയിൽ നിന്നും എല്ലാം നമുക്ക് എല്ലാവിധത്തിലുള്ള കാവൽ ലഭിക്കും. അതിനുവേണ്ടി പഠിപ്പിക്കപ്പെട്ട ഇറക്കിയ 2 സൂറത്താണ്. അത് നല്ലോണം മുതലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ.
ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാതെ നമ്മളെ ഹൃദയത്തിൽ നേർന്നു തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ നേടേണ്ട മുഴുവൻ പ്രതിഫലവും നേടിയെടുക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ബാക്കി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.